വിത്ത് വേരിയബിൾ ഡെൻസിറ്റി. ഇത് ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ അപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ലാമിന എന്ന് പറഞ്ഞാൽ എന്താണ്? ലാമിന എന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഒരു കനം കുറഞ്ഞ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എന്നുള്ള മീനിങ് ഉള്ളൂ. അതായത് തിന്നായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ നമുക്കൊരു ലീഫ്, ഒരു ഇലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് തിന്നാണ്, അതുപോലെ തന്നെ ഫ്ലാറ്റ്, അങ്ങനെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ആ ഭാഗത്ത് അതിൻ്റെ ഇതിൽ വരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് പോളാർ കോർഡിനേറ്റിലൊക്കെ കാർഡിയോയിഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആകും ഒന്നും കൂടെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഇവിടെ പറയുന്നത് ലാമിനാസ് വിത്ത് കോൺസ്റ്റന്റ് ഡെൻസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലാമിനാസ് വിത്ത് വേരിയബിൾ ഡെൻസിറ്റി ഉണ്ട്. ഓക്കെ, ഡെൻസിറ്റിനെ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? റോ എന്നാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ലാമിനാസ് വിത്ത് കോൺസ്റ്റന്റ് ഡെൻസിറ്റി, ഡെൻസിറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? റോ എന്നാണ് അല്ലേ? റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ യൂണിറ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ മാസ് ആണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മാസ് ഓഫ് ദി ലാമിന. ഫസ്റ്റ് നമ്മൾ ലാമിനയുടെ മാസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ഡെൻസിറ്റിയിൽ നമുക്ക് മാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ വേരിയബിൾ ഡെൻസിറ്റിയിൽ മാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക. കോൺസ്റ്റന്റ് ഡെൻസിറ്റി ആകുമ്പോൾ തന്നെ സിംഗിൾ ഇന്റഗ്രേഷൻ ആയിരിക്കും വരിക. ഓക്കെ, അതുപോലെ വേരിയബിൾ ഡെൻസിറ്റിയിലേക്ക് മാറുന്നതും ഡബിൾ ഇന്റഗ്രലിലേക്ക് വരും. അപ്പോൾ നമുക്ക് മാസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് മാസ് ഓഫ് ദി ലാമിന കോയിൻസൈഡ് വിത്ത് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ് y is equal to f of x axis and the lines x equal to a and x equal to b is നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതിന്ന് മാസ് എങ്ങനെ എഴുതാം? മാസ് is equal to, ഇവിടെ കോൺസ്റ്റന്റ് ഡെൻസിറ്റി ആണ് അല്ലേ, അതുപോലെ തന്നെ സിംഗിൾ ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് no p tends to 0 sigma k equal to 1 to n rho f of xk star delta xk എന്ന് വരും. കാരണം ഇവിടെ നമുക്ക് കർവ് ആണ് അല്ലേ? കർവ് ആകുമ്പോൾ നമ്മൾ അതിന് സബ് ഇന്റർവെൽസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് കെ എന്ന് വരും. ഈക്വൽ ടു ഇതിന് ഇന്റഗ്രേഷൻ എനിക്ക് എങ്ങനെ വരാം? ഇന്റഗ്രൽ a to b, ഇവിടെ ഈ റോ ഉണ്ടാവും, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? മാസ് ഓഫ് ദി ലാമിന വിത്ത് കോൺസ്റ്റന്റ് ഡെൻസിറ്റി. ഓക്കെ, ഇത് സിംഗിൾ ഇന്റഗ്രേഷൻ ആണ്. ഇനി ഡബിളിലേക്ക് കൊണ്ടുവരിക പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദി ലാമിന വിത്ത് വേരിയബിൾ ഡെൻസിറ്റി അല്ലെ? മാസ് ഓഫ് ദി ലാമിന വിത്ത് വേരിയബിൾ ഡെൻസിറ്റി. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? റോ ഈസ് എ വേരിയബിൾ ഡെൻസിറ്റി അല്ലെ? റോ വേരിയബിൾ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ റോ നമുക്ക് എങ്ങനെയാണ്? എക്സ് വൈ ആയിരിക്കും വരിക. ഓക്കെ, വേരിയബിൾ ഡെൻസിറ്റി ആകുമ്പോൾ. അപ്പൊ നമുക്ക് മാസ് എങ്ങനെ എഴുതാം? മാസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് നോ പി ടെൻസ് ടു 0, ഇത് ഡബിൾ ഇന്റഗ്രൽ ആയി അല്ലേ? സിഗ്മ കെ ഈക്വൽ ടു 1 to n റോ ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എ കെ ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ അല്ലേ? അപ്പൊ ഇതാണ് എന്ത് വരുന്നത്? മാസ് ഓഫ് ലാമിന വിത്ത് വേരിയബിൾ ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ ഇനി ഫൈൻഡ് ദ മാസ് ഓഫ് ദി ലാമിന വിത്ത് വേരിയബിൾ ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഓഫ് മാസ് ആണ്. അപ്പൊ അതെന്താന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ആണ് കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ ഓഫ് മാസ്. അതായത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എം വൈ ബൈ എം and y bar is equal to mx by m, where my equal to double integral over r x rho of xy dA and mx equal to double integral over r y rho of xy dA. Okay, coordinates of center of mass. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് പറയുന്നത്. എന്താ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ? സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആണ് അല്ലേ? ആ പോയിന്റിലേക്ക് എന്തായിരിക്കും? ഈ ലാമിനയുടെ എല്ലാ മാസും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ് ബാർ വൈ ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ഉണ്ടായിരിക്കും? എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ എക്സ് ബാർ വൈ ബാർ എന്നുള്ളതാണ് അതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത്. സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എം വൈ ബൈ എം ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു എം എക്സ് ബൈ എം. Where my and mx are the moments of lamina. Okay, ലാമിനയുടെ moments എന്നാണ് പറയുന്നത്. അതുപോലെ ഈ rho of xy, ഈ rho of xy കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റർ ഓഫ് മാസിനെ സെൻട്രോയിഡ് എന്ന് പറയും.
എന്നും കൂടെ പറയും. ഓക്കെ, ഇവിടെ ഈ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസിനെ സെൻട്രോയിഡ് എന്ന് പറയും. അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? സെന്റർ ഓഫ് മാസ് ഇസ് എ പോയിന്റ്. അപ്പോൾ ഈ ലാമിനയുടെ എല്ലാ മാസും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ എക്സ് ബാർ വൈ ബാർ എന്നുള്ളതിന്റെ കോർഡിനേറ്റ്സ് ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എം വൈ ബൈ എം ആൻഡ് വൈ ബാർ എന്ന് പറഞ്ഞാൽ എം എക്സ് ബൈ എം. എം വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഡ്രോ ഓഫ് എക്സ് വൈ ഡി എ. ആൻഡ് എം എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, എം വൈ വരുമ്പോൾ ഇന്റഗ്രലിന്റെ ഉള്ളിൽ എക്സ് ആണ്, എം എക്സ് വരുമ്പോൾ ഇന്റഗ്രലിന്റെ ഉള്ളിൽ വൈ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു എം എക്സിനെ എം വൈനെ ആർ ദ മൊമെന്റ്സ് ഓഫ് ലാമിന എന്ന് വിളിക്കുക. റോ ഓഫ് എക്സ് വൈ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് മാസിനെ സെൻട്രോയിഡ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഈ എം വൈ എം എക്സ് ഇത് നമ്മൾ മൊമെന്റ് ഓഫ് ലാമിന എന്ന് പറഞ്ഞു അല്ലേ? ഇതെന്തുകൂടെയാണ്? ഈ ഒരു ലാമിനയുടെ ഫസ്റ്റ് മൊമെന്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് മൊമെന്റ് വരുന്നുണ്ട്. ആ സെക്കൻഡ് മൊമെന്റിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഐ എക്സ് ആൻഡ് ഐ വൈ എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിലാവുമ്പോൾ ഐ എക്സ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാവുമ്പോൾ ഐ വൈ അല്ലേ? അപ്പൊ ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഇവിടെ വൈ എന്നാണ് അല്ലേ? അത് വൈ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടാമത്തെ ആണല്ലേ? സെക്കൻഡ് മൊമെന്റ് ആണ്. അപ്പൊ ദെൻ വൈ സ്ക്വയർ റോ ഓഫ് എക്സ് വൈ ഡി ആയിട്ട് മാറും. y square rho of xy dA. Also iy എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഡബിൾ ഇന്റഗ്രൽ ഓവർ r x square rho of xy dA. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, സെക്കൻഡ് മൊമെന്റ് ഓഫ് ദി ലാമിന. ക്ലിയർ ആയില്ലേ? ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് വരുന്നത്. പ്രോബ്ലം നോക്ക്. A lamina has a shape of the region in the first quadrant that is bounded by the graph of y is equal to sin x, y is equal to cos x between x equal to 0 and x equal to pi by 4. Find the center of mass if the density is rho of xy equal to y. അപ്പോൾ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടത്. അത് ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? സെന്റർ ഓഫ് മാസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇത് ഒരുപാടുണ്ട്. സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള എം എക്സും എം വൈ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇതാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ സ്റ്റെപ്പ് 1 പറഞ്ഞിട്ടുള്ളത്? ഇന്റഗ്രേഷന്റെ റീജിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇന്റഗ്രേഷന്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീജിയൻ എവിടെയെന്നുള്ളത് കണ്ടെത്തണം അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എക്സ് ഈക്വൽ ടു 0 അത് പറഞ്ഞാൽ വൈ ആക്സിസ് അല്ലേ? പിന്നെ എക്സ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്താൽ മതി. പൈ ബൈ 3 പൈ ബൈ 4. എക്സ് ഈക്വൽ ടു സപ്പോസ് പൈ ബൈ 4 ഇവിടെയാണെന്ന് വിചാരിക്കുക. ദെൻ നെക്സ്റ്റ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, സൈൻ എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? സൈൻ എക്സിന്റെ ഗ്രാഫ് വരാറുള്ളത് നമ്മൾ വൈ ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ സൈൻ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. നിങ്ങൾക്ക് പോയിന്റ് എടുത്തിട്ട് വേണമെങ്കിൽ വരച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നുള്ളൂ. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഒക്കെ ഗ്രാഫ് നമ്മൾ ഒരുപാട് വരച്ചതാണ് അല്ലേ? +2 നമ്മൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ y is equal to cos x. y is equal to cos x ന്റെ ഗ്രാഫ് എങ്ങനെ വരും? y is equal to ഇത് cos x ആണ് അല്ലേ? അപ്പോൾ ഇത് റീജിയൻ എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും റീജിയൻ വരിക. ഇത് റീജിയൻ ഓഫ് ഗ്രാഫ് അല്ലേ? y is equal to sin x ഉം cos x ഉം തമ്മിൽ റീജിയൻ വരുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2 എന്താ നെക്സ്റ്റ് പറയുന്നത്? സ്റ്റെപ്പ് 2 നമ്മൾ ഇത് ടൈപ്പ് റീജിയൻ ഓഫ് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ x ഈക്വൽ ടു 0 x ഈക്വൽ ടു പൈ ബൈ 4 അതെന്തായാലും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സിന് എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ? ദെൻ വൈന് എന്താണ്? വേരിയബിൾ ആണെന്ന് അറിയാം. അതിന്റെ ലിമിറ്റ് ആണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എക്സിന് കോൺസ്റ്റന്റ് വൈന് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റീജിയൻ ഓഫ് ടൈപ്പ് 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം ഇൻക്രീസിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ. ദെൻ ഈ ഒരു റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന ഈ ഒരു കർവ് ഏതാണോ അതായിരിക്കും വൈന്റെ ലോവർ ലിമിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ റീജിയനിലേക്ക് ഈ ആർ എന്നുള്ള റീജിയനിലേക്ക് ഈ ഒരു കർവ് എൻട്രി ചെയ്യുന്ന ഈ ഒരു ലൈൻ എൻട്രി ചെയ്യുന്നത് ഈ ഏത് കർവിലൂടെയാണ്? y is equal to sin x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? yന്റെ ലോവർ ലിമിറ്റ് sin x ആണെന്ന് കിട്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദെൻ ഈ റീജിയനിൽ നിന്ന് കടന്നു പോകുന്നത് അല്ലേ? ഈ റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഏത് കർവിലൂടെയാണ്? y is equal to cos x. അപ്പോൾ sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x എന്നുള്ള. അപ്പൊ നമുക്ക് വൈന്റെ ലിമിറ്റ് പോയിന്റ് കിട്ടി അല്ലേ? ഇനി എക്സിന്റെ ലിമിറ്റ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ഫുൾ ആവണം. ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് ഏതൊക്കെ വെർട്ടിക്കൽ ലൈൻസ് ആണ്? അതായത് x ഈക്വൽ ടു 0 x ഈക്വൽ ടു പൈ ബൈ 4 തന്നെ അല്ലേ? അപ്പൊ നമുക്ക് x ഈക്വൽ ടു 0 x ഈക്വൽ ടു പൈ ബൈ 4 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിന്റെ ലിമിറ്റ് പോയിന്റും കിട്ടി, തന്ന തന്നെ ആയിരുന്നു അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാണ് അല്ലേ? അപ്പോൾ സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ് അല്ലേ?
സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്താണ് പറയുന്നത്, മാസ് ആണ് എന്ത് പറയുന്നത്, മാസ് ഓഫ് ദി ലാമിന വിത്ത് വേരിയബിൾ ഡെൻസിറ്റി ആണ്. നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ അല്ലെ, ഈക്വൽ ടു ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 0 to π/4 ആൻഡ് ഇന്റഗ്രൽ sin x to cos x റോ ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ആണ് അല്ലെ. റോ ഓഫ് എക്സ് വൈ എന്താണ്, y ആണ്, y ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ മാസ് ഓഫ് ദി ലാമിന കിട്ടും. നെക്സ്റ്റ് നമ്മൾ സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എം വൈ എം എക്സ് എന്നുള്ള ആ രണ്ട് മൊമെന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ 0 to π/4 and ഇന്റഗ്രൽ sin x to cos x y dy dx എഴുതാം, ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4 ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ എന്തൊരു y²/2 ഇത് 0 വിത്ത് sin x cos x dx വരും അല്ലെ, ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4 ഫസ്റ്റ് എന്താണ് കോസ് അല്ലെ, 1/2 ഔട്ട്സൈഡ് ഉണ്ട്, cos² x മൈനസ് sin² x dx വരും. ഓക്കെ, ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/4 cos² x മൈനസ് sin² x എന്താണ്, cos 2x ആണ് അല്ലേ, cos 2x dx വരും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പൊ എന്ത് വരും, sin 2x/2 വിത്ത് 0 to π/4 വരും. കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ് അല്ലേ, 1/2 ഇൻറ്റു ഇവിടെ ഒരു 1/2 ഉണ്ട് അല്ലേ, അപ്പൊ 1/4 ആകും, sin 2 ഇൻറ്റു π/4 മൈനസ് sin 0 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 1/4 ഇൻറ്റു sin 2 ഇൻറ്റു π/2 എന്ന് പറഞ്ഞാൽ π/4 എന്ന് പറഞ്ഞാൽ π/2 അല്ലേ, sin π/2 1 ആണ്, 1 മൈനസ് sin 0 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് വരും. അപ്പോൾ നമുക്ക് മാസ് എന്ത് കിട്ടി, മാസ് ഓഫ് ദി ലാമിന ഈക്വൽ ടു 1/4. നെക്സ്റ്റ് എന്താ കാണേണ്ടത്, സെന്റർ ഓഫ് മാസ് അല്ലേ. സെന്റർ ഓഫ് മാസ് കാണണമെങ്കിൽ നമുക്ക് എന്തുകൂടെ വേണം, അതിന്റെ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, എം വൈയും എം എക്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് ബാർ ഈക്വൽ ടു എം വൈ ബൈ എം ആണ്. എം ഇപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്, 1/4 ആണ്. ദെൻ എം വൈ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എം എക്സും കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു എം എക്സ് ബൈ എം ആണ്. ഫസ്റ്റ് നമുക്ക് എം എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എം എക്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ വൈ അല്ലേ, വൈ റോ ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് വരും. ഓക്കെ, എം എക്സ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ 0 to π/4 ആൻഡ് 0 cos x sin x to cos x അല്ലേ, sin x to cos x y റോ ഓഫ് എക്സ് വൈ എന്തായിരുന്നു, y തന്നെ ആയിരുന്നു അല്ലേ. അപ്പൊ y എന്ന് പറഞ്ഞാൽ y² dy dx വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4 y² ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്തൊരു y³/3 sin x cos x dx ഈക്വൽ ടു 1/3 ഔട്ട്സൈഡ് എടുക്കാം, 1/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/4 y³ എന്ന് പറഞ്ഞാൽ ആദ്യം വരും cos³ x മൈനസ് sin³ x dx വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 1/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/4 cos³ x-നെ cos x ഇൻറ്റു cos² x എന്ന് എഴുതാം അല്ലേ. അപ്പൊ ആ cos x ഇൻറ്റു വീണ്ടും ഒരു cos² x ആ വരിക, ആ cos² x-നെ നമുക്ക് 1 മൈനസ് sin² x എന്ന് എഴുതാം. ഓക്കെ, മൈനസ് sin³ x എന്താണ്, sin x ഇൻറ്റു sin² x ആണ്, sin x ഇൻറ്റു sin² x ആണ്. sin x ഇൻറ്റു sin² x-നെ എങ്ങനെ എഴുതാം, 1 മൈനസ് cos² x എന്ന് എഴുതാം, dx വരും. ഈക്വൽ ടു 1/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/4. ഇന്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഫസ്റ്റ് എന്ത് വരും, cos x dx മൈനസ് 1/3 കോമൺ ആണ് കേട്ടോ, മൈനസ് ഇന്റഗ്രൽ 0 to π/4 അടുത്ത എന്ത് വരും, cos x sin² x അല്ലേ dx മൈനസ് അടുത്തതോ ഇവിടെ വരും അല്ലേ, ഇന്റഗ്രൽ 0 to π/4 sin x dx sin x dx then പിന്നെ എന്ത് വരും, പ്ലസ് ഇന്റഗ്രൽ 0 to π/4 sin x cos² x dx അല്ലേ. നമ്മൾ അതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. അപ്പൊ എന്ത് വരും, പ്ലസ് ഇന്റഗ്രൽ 0 to π/4 sin x cos² x dx. ഓക്കെ, ഇങ്ങനെ വരും അല്ലേ. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, ഈക്വൽ ടു 1/3 ഇൻറ്റു ഫസ്റ്റ് ഇന്റഗ്രൽ 0 to π/4 cos x. cos x ന്റെ ഇന്റഗ്രൽ എന്താ വരിക, sin x 0 to π/4 മൈനസ്
ഇവിടെ ഈ 1/3 കോമൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to π/4 cos x sin square x dx അല്ലേ. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ പുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കുക. അതായത് പുട്ട് u ഈക്വൽ ടു സൈൻ എക്സ്, ദെൻ ഡി യു ഈക്വൽ ടു എന്ത് വരും? കോസ് എക്സ് ഡി എക്സ് അല്ലേ. അതുപോലെ യു ഈക്വൽ ടു നമുക്ക് എക്സിൻ്റെ ലിമിറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ യു എന്തായിരിക്കും? സൈൻ 0. സൈൻ 0 പറഞ്ഞാൽ 0 അല്ലേ. അതുപോലെ എക്സ് ഈക്വൽ ടു π/4 ആകുമ്പോൾ യു എന്തായിരിക്കും? യു ഇസ് ഈക്വൽ ടു സൈൻ π/4 എന്ന് പറഞ്ഞാൽ 1/√2 വരും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യും? ഇൻ്റഗ്രൽ 0 to 1/√2 യു സ്ക്വയർ ഡി യു എന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? u³ 3 0 1/√2 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/3 ഇൻറ്റു 1/2 1/√2 ഹോൾ ക്യൂബ് മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2√2 അല്ലേ. 1/3 ഇൻറ്റു 1/2√2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6√2 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രൽ 0 to π/4 cos x sin square x dx വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ്, ഇതിവിടെ ആൻസർ എഴുതുന്നതിന് മുമ്പ് 3 സ്റ്റെപ്പ് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറ്റി? 1/6√2. ഓക്കെ, മൈനസ് 1/6√2. ഇവിടെ മൈനസ് ആണ്. മൈനസ് 1/6√2. ദെൻ നെക്സ്റ്റ് ഇത് അല്ലേ, മൈനസ് ഇൻ്റഗ്രൽ 0 to π/4 സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത്? നമുക്കിതുപോലെ ചെയ്ത് നോക്കാം. സൈൻ എക്സ് അല്ലേ, ഇൻ്റഗ്രൽ 0 to π/4 സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് അല്ലേ. മൈനസ് കോസ് എക്സ് 0 to π/4 ഈക്വൽ ടു മൈനസ് കോസ് π/4 മൈനസ് മൈനസ് ഉണ്ടാവും അല്ലേ, അത് പ്ലസ് കോസ് 0 ഈക്വൽ ടു കോസ് π/4 എന്താ വരുന്നത്? മൈനസ് 1/√2 പ്ലസ് 1 അല്ലേ. അതായത് 1 മൈനസ് 1/√2. അതായത് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ 0 to π/4 സൈൻ എക്സ് ഡി എക്സ് എന്താ കിട്ടി? 1 മൈനസ് 1/√2 വന്നിട്ട്. അപ്പോൾ ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട് അല്ലേ. മൈനസ് 1 മൈനസ് 1/√2 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് അല്ലേ, ഇൻ്റഗ്രൽ 0 to π/4 cos square x sin x dx. അത് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്ത പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to π/4 cos square x sin x dx ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതിന് യു എന്ന് കൊടുക്കാം? പുട്ട് യു ഈക്വൽ ടു കോസ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡി യു എന്ത് വരും? മൈനസ് സൈൻ എക്സ് ഡി എക്സ് വരും അല്ലേ. ഒരു മൈനസ് എക്സ്ട്രാ വരും. when x equal to 0 then u equal to cos 0. cos 0 എന്താണ്? 1 ആണ്. അതുപോലെ when x equal to π/4 cos π/4. cos π/4 എന്താ? u equal to cos π/4 എന്ന് പറഞ്ഞാൽ 1/√2. ഈ ഇൻ്റഗ്രൽ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇൻ്റഗ്രൽ 1 to 1/√2 കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ഡി യു എന്ന് ഒരു മൈനസും കൂടെ ഉണ്ടാവും അല്ലേ. നമുക്ക് മൈനസ് വരുന്നുണ്ട്. ഈക്വൽ ടു മൈനസ് u³ 3 1 to 1/√2 എന്ന് വരും. ഓക്കെ, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു അല്ലേ. ഇനി എന്ത് ചെയ്യാം? അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ മൈനസ് 1/3 ഔട്ട് സൈഡ് ഉണ്ട്. ബാക്കി എന്തൊരു 1/2 ഹോൾ ക്യൂബ് മൈനസ് √2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/2√2 മൈനസ് എന്തുണ്ടായിരിക്കും? ഒരു 1 ഉണ്ടായിരിക്കും അല്ലേ. 1/3 മൈനസ് 1 ഉണ്ടായിരിക്കും. നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു? മൈനസ് 1/6√2 പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതവിടെ കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്യും. ഈക്വൽ ടു 1/3 സൈൻ π/4 എന്താണ്? 1/√2 മൈനസ് സൈൻ 0 0 ആയിപ്പോൾ അല്ലേ. മൈനസ് 1/6√2 മൈനസ് 1 പ്ലസ് 1/√2 മൈനസ് 1/6√2 പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 1/3. ഇവിടെ 1/√2 ഉണ്ട്, 1/√2. അതിന് എന്ത് എഴുതാം? 2/√2. അതുപോലെ തന്നെ മൈനസ് 1/6√2 ഉണ്ട്, മൈനസ് 1/6√2. അപ്പോൾ 2/6√2 മൈനസ് 1 ഉണ്ട്, പ്ലസ് 1/3 ഉണ്ട്, മൈനസ് 2/3 വരും. ഓക്കെ, ഈക്വൽ ടു 1/3 ഇൻറ്റു ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തൊരു 12√2 മൈനസ് 2√2 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2 എന്ന് വരും അല്ലേ. √2 ഇൻറ്റു √2 പറഞ്ഞാൽ 2 എന്ന് വരും. അല്ലെങ്കിൽ 6 ഇൻറ്റു 2 പറഞ്ഞാൽ 12 മൈനസ് 2/3 എന്ന് വരും. ഈക്വൽ ടു 1/3 ഇൻറ്റു
ഇതിനെ വീണ്ടും ചെയ്യുമ്പോൾ എന്ത് വരും? 12√2 മൈനസ് 2√2 പറഞ്ഞാൽ 10√2 എന്നാവും അല്ലേ? ആ 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30√2 മൈനസ് 24 ഡിവൈഡഡ് ബൈ 36 വരും. ഈക്വൽ ടു ഈ 3 നമുക്ക് ഇതിന്ന് വെട്ടിക്കളയാം അല്ലേ? അപ്പോൾ 10√2 മൈനസ് 8/36 വരും. ഓക്കെ, ഈക്വൽ ടു ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. എന്തൊരു 5√2 മൈനസ് 4/18 എന്ന് എഴുതാം. ഇതാണ് എന്ത് കിട്ടി? mx. ഓക്കെ, mx കിട്ടി 5√2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 18 ആണ്. ഓക്കെ, ഇനി അതുപോലെ എന്ത് ചെയ്യാം? my കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് my എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എക്സ് റോ ഓഫ് xy dA എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ 0 to π/4 0 to integral sin x to cos x x y dy dx വരും. ഓക്കെ, ഇവിടെ റോ എക്സ് ഉണ്ട്, റോ ഓഫ് എക്സ് വൈ വൈ ആണ്, dy dx വരും. ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to π/4. ഇത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? xy²/2 sin x cos x dx വരും അല്ലേ? ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് വൈ സ്ക്വയറിന് എന്ത് കൊടുക്കുക? cos square x മൈനസ് sin square x വരും. cos square x മൈനസ് sin square x 0 to π dx വരും അല്ലേ? ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/4 എക്സ് cos square x മൈനസ് sin square x എന്തായിരുന്നത്? cos 2x ആണ് അല്ലേ? cos 2x dx വരും. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എങ്ങനെ വരുന്നത്? നമുക്ക് ഇവിടെ ഇത് ആൾജിബ്രൈക്ക് ആണ്, ഇത് ട്രിഗ്നോമെട്രിക് ആണ് അല്ലേ? നമ്മുടെ ഫോം എങ്ങനെയാണ്? പാർട്സ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഫോം എഴുതുന്നത്? അലൈറ്റ് എന്ന് എഴുതും അല്ലേ? ഇത് ഇൻവേഴ്സ്, ലോഗരിതമിക്, ആൾജിബ്രൈക്ക്, ട്രിഗ്നോമെട്രിക് ആൻഡ് എക്സ്പോണൻഷ്യൽ. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഴുതുക. എങ്ങനെയായിരുന്നു പാർട്സ് മെത്തേഡ് വന്നിരുന്നത്? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് u v എന്നുള്ള രണ്ട് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഇങ്ങനെ എഴുതാം: u ഇൻറ്റു ഇൻറ്റഗ്രൽ v dx മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലേ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് വരും. ഇങ്ങനെയാണ് പാർട്സ് മെത്തേഡ് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൾജിബ്രയാണ്, പിന്നെയാണ് ട്രിഗ്നോമെട്രി വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് ആൾജിബ്രയാണ്, എക്സ് ആൾജിബ്രയാണ്, cos 2x ട്രിഗ്നോമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എക്സ് ഇൻറ്റു ഇതിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? 1/2 കോമൺ ആണ്. എക്സ് ഇൻറ്റു ഇതിന് ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ പാർട്സ് മെത്തേഡിൽ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റഗ്രൽ 0 to π/4 v എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അല്ലേ cos 2x dx മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1 അല്ലേ? 1 ഇൻറ്റു ദെൻ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാൻ? ഇൻറ്റഗ്രൽ ഓഫ് 0 to π/4 cos 2x എടുക്കാം. ഓക്കെ, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൂല് പഠിച്ചതാണ് അല്ലേ? ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/4 cos 2x dx വരും. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഇതിന് ഇൻറ്റഗ്രേറ്റീവ് എന്തൊരു 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു cos 2x-ൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? sin 2x/2 എന്ന് വരും അല്ലേ? sin 2x/2 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു sin 2x/2 എക്സ് ഇൻറ്റു sin 2x/2 വിത്ത് 0 to π/4 അല്ലേ? ഇതിൻ്റെ ലിമിറ്റ് കൊടുത്തു മൈനസ് കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരുന്നത്? ഇത് തന്നെ അല്ലേ? sin 2x. അപ്പോൾ 1/2 ഒരു ഔട്ട് സൈഡ് ഉണ്ടാവും. ഇൻറ്റഗ്രൽ 0 to π/4 sin 2x അല്ലേ? sin 2x dx ഈക്വൽ ടു എന്തെഴുതാം? 1/2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു sin 2 ഇൻറ്റു π/4/2 എന്ന് വരും അല്ലേ? മൈനസ് 1/2 ഇൻറ്റു ഇതിനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു sin x-ൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരുന്നത്? cos x ആണ്, മൈനസ് cos x ആണ് അല്ലേ? അപ്പോൾ ഇതൊരു മൈനസ് cos 2x/2 0 to π/4 എന്ന് വരും. ഈക്വൽ ടു എന്ത് വരും? sin 2 ഇൻറ്റു π/4 ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ sin π/2 വരും. sin π/2 എന്താണ്? 1 ആണ്. ഓക്കെ, π/4 ഇൻറ്റു sin π/2/2 എന്ന് പറഞ്ഞാൽ π/8 എന്ന് വരും. 1/2 ഇൻറ്റു π/8 മൈനസ് 1/2 ഇൻറ്റു cos
2 ഇൻറ്റു പൈ ബൈ 4 എന്ന് വരും അല്ലേ. കോസ് 2 ഇൻറ്റു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. കോസ് പൈ ബൈ 2 0 ആണ്. ദെൻ മൈനസ് 0 എന്നുണ്ട്. കോസ് 0 എന്നുണ്ട്. കോസ് 0 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റു പൈ ബൈ 8 മൈനസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു പൈ ബൈ 8 മൈനസ് 1 ബൈ 4 എന്ന് വരും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ മൈനസ് 2 ബൈ 16 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എം വൈ എന്ന് കിട്ടി. അപ്പോൾ എം എക്സും കിട്ടി എം വൈയും കിട്ടി അല്ലേ. എം എക്സും എം വൈയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെൻറ്റർ ഓഫ് മാസ് ചെയ്യാം. എക്സ് ബാറും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ മാസ് കിട്ടി 1/4 ആണ്. അതുപോലെ എം എക്സ് കിട്ടി എന്താണ്? 5√2 മൈനസ് 4/18 ആണ്. അതുപോലെ എം വൈ കിട്ടി പൈ മൈനസ് 2/16. അപ്പോൾ എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എം വൈ ബൈ എം ആണ് അല്ലേ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എം വൈ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് 2/16/1/4 വരും. ദാറ്റ് ഈസ് പൈ മൈനസ് 2/4 വരും. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 0.29 ആണ്. അപ്പോൾ എക്സ് ബാർ കിട്ടി. അതുപോലെ ഇനി വൈ ബാർ, അതുപോലെ നമുക്ക് വൈ ബാർ എന്ത് എഴുതാം? വൈ ബാർ എന്ന് പറഞ്ഞാൽ എം എക്സ് ബൈ എം വരും. എം എക്സ് എന്തായിരുന്നത്? 5√2 മൈനസ് 4/18 ഡിവൈഡഡ് ബൈ എം. എം എന്താണ്? 1/4. ഇതിന്ത് ചെയ്ത് കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ 0.69 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ എഴുതും? സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു എക്സ് ബാർ വൈ ബാർ ആവില്ല അല്ലേ. ഈക്വൽ ടു എക്സ് ബാർ എന്താ കിട്ടിയത്? 0.29 ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു 0.68. അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് ആണ് പ്രോബ്ലം. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഓരോ മെത്തേഡുകളും നമുക്കറിയണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയാലും ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഏത് മെത്തേഡായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയും.